കേരളത്തിൽ കപ്പൽ നിർമ്മാണത്തിനില്ലെന്ന് ടാറ്റ ഗ്രൂപ്പ്. മുഖ്യമന്ത്രിയുടെ അവകാശവാദം തെറ്റെന്നും ടാറ്റയുടെ വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രി കേരളീയരെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന വിമർശനം ശക്തം. UDF സർക്കാരിന് വീണ്ടും പ്രതിച്ഛായ നഷ്ടം. UDF സർക്കാരിന്റെ മറ്റൊരു ഉണ്ടയില്ല വെടി കൂടി 8 നിലയിൽ പൊട്ടുന്നു. കേരളത്തിലെ കപ്പൽ നിർമ്മാണ മേഖലയിൽ 10,000 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ ടാറ്റ ഗ്രൂപ്പ് തയ്യാറായി എന്നും കേരളത്തിൽ വമ്പൻ വികസന പദ്ധതികൾ വരാൻ പോകുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളെ അറിയിച്ചത്. മുഖ്യധാര മാധ്യമങ്ങളെല്ലാം വൻ പ്രാധാന്യത്തോടെയാണ് ഈ വാർത്തകൾ പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ഇപ്പോൾ അത് വെറും തള്ളു മാത്രമാണെന്നാണ് വ്യക്തമായിരിക്കുന്നത്. കപ്പൽ നിർമ്മാണ മേഖലയിൽ തങ്ങൾക്ക് പദ്ധതികളൊന്നുമില്ലെന്ന് തുറന്നടിച്ച ടാറ്റ ഗ്രൂപ്പ് മുഖ്യമന്ത്രിയുടെ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു. കേരളത്തിലെന്നല്ല ഒരിടത്തും കപ്പൽ നിർമ്മാണശാല നിർമ്മിക്കില്ല. ടാറ്റ ഗ്രൂപ്പിന് നിലവിൽ കപ്പൽ നിർമ്മാണ പദ്ധതികളൊന്നുമില്ലെന്നും അധികൃതർ വിശദീകരിച്ചു. ഇക്കണോമിക്സ് ടൈംസ് ആണ് ഇത് സംബന്ധിച്ച വാർത്ത നൽകിയിരിക്കുന്നത്. ബ്ലൂംബെർഗിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു കേരളത്തിൽ കപ്പൽ നിർമ്മാണ മേഖലയിൽ നിക്ഷേപം നടത്താൻ ടാറ്റ സന്നദ്ധത അറിയിച്ച കാര്യം മുഖ്യമന്ത്രി പറഞ്ഞത്. 10,000 കോടി രൂപ നിക്ഷേപിക്കാനുള്ള പദ്ധതിക്ക് ടാറ്റ ഗ്രൂപ്പ് അനുമതി തേടിയെന്നായിരുന്നു സതീശൻ പറഞ്ഞത്. ടാറ്റയുടെ ആവശ്യം സർക്കാർ ഗൗരവമായി പരിഗണിക്കുകയാണ്. 1 മാസത്തിനുള്ളിൽ ഇതിന് അംഗീകാരം നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിക്കായി സ്ഥലം വിട്ടു നൽകുമെന്നും സതീശൻ പറഞ്ഞിരുന്നു. ബ്ലൂംബെർഗിന് നൽകിയ അഭിമുഖത്തിന് പുറമെ മാരിടൈം സെമിനാർ വേദിയിലും മുഖ്യമന്ത്രി അവകാശവാദം ആവർത്തിച്ചിരുന്നു. അനുമതിക്കായി ടാറ്റ ഗ്രൂപ്പ് അപേക്ഷ നൽകിയതായി മുഖ്യമന്ത്രി VD സതീശൻ ബ്ലൂംബെർഗിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി നടത്തിയ അവകാശവാദങ്ങൾ ഈ വിധത്തിലാണ്. കപ്പൽ നിർമ്മാണത്തിനായി ടാറ്റ അപേക്ഷ നൽകിയിട്ടുണ്ട്. അപേക്ഷ വിശദമായി പരിശോധിച്ച ശേഷം സർക്കാർ തീരുമാനമെടുക്കും. തുടർന്ന് കപ്പൽ നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലവും അനുവദിക്കും. ടാറ്റ ഗ്രൂപ്പിന്റെ നിർദ്ദേശത്തെ സംസ്ഥാന സർക്കാർ അനുകൂലമായാണ് കാണുന്നത്. 1 മാസത്തിനകം ഇതിന് അംഗീകാരം നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഓട്ടോമൊബൈൽ, സ്റ്റീൽ, ഹോട്ടൽ വ്യവസായം തുടങ്ങി വിവിധ രംഗങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ടാറ്റ ഗ്രൂപ്പിന് കപ്പൽ നിർമ്മാണ രംഗത്തേക്ക് പ്രവേശിക്കാനും അതിയായ താല്പര്യമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യ തങ്ങളുടെ കപ്പൽ നിർമ്മാണ ശേഷി വേഗത്തിൽ വർദ്ധിപ്പിക്കാനും ആഗോള സമുദ്ര വ്യാപാരത്തിൽ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്താനും ശ്രമിക്കുന്ന സമയത്താണ് ടാറ്റ ഗ്രൂപ്പ് കപ്പൽ നിർമ്മാണ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ഇത് വളരെ പ്രതീക്ഷ നൽകുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. കേരളത്തെ കടൽ ശക്തിയാക്കാൻ മിഷൻ സമുദ്ര പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. വിഴിഞ്ഞത്ത് മദർഷിപ്പ് നിർമ്മാണം, അറ്റകുറ്റപ്പണി എന്നിവയ്ക്കായി കപ്പൽശാല സ്ഥാപിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ഈ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു കേരളത്തിൽ കപ്പൽ നിർമ്മാണ പദ്ധതിക്കായി നിക്ഷേപം നടത്താൻ ടാറ്റ ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചുവെന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നത്. എന്നാൽ ആ അവകാശവാദങ്ങളാണ് ഇപ്പോൾ പൊട്ടിത്തകർന്നിരിക്കുന്നത്. തുടർച്ചയായ അവകാശവാദങ്ങളും പിന്നീടത് വിവാദമാകുമ്പോൾ അത് പിൻവലിക്കലുമൊക്കെയായി VD സതീശൻ സർക്കാരിന്റെ പ്രതിച്ഛായ വളരെയധികം മോശമായിരിക്കുകയാണ്. പ്രതിപക്ഷ കക്ഷികൾ മാത്രമല്ല, കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളും മുഖ്യമന്ത്രിയുടെ സ്വേച്ഛാധിപത്യ വാഴ്ചയിൽ കടുത്ത പ്രതിഷേധത്തിലാണ്. പ്ലീഡർ നിയമനത്തിൽ വിമർശനമുന്നയിച്ച KSU നേതൃത്വത്തെ അതീവ രൂക്ഷ ഭാഷയിലാണ് VD സതീശൻ തള്ളിപ്പറഞ്ഞത്. കൂടാതെ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർക്ക് കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി അനുമതി നിഷേധിച്ചതും വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. കോൺഗ്രസിലെ KC വേണുഗോപാൽ വിഭാഗം ഇത് വലിയ രാഷ്ട്രീയായുധമാക്കി മാറ്റിയിരിക്കുകയാണ്. അതിനോടൊപ്പമാണ് കപ്പൽ നിർമ്മാണ പ്രഖ്യാപനത്തിലും തിരിച്ചടിയുണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയ പ്രഖ്യാപനങ്ങൾ തിരിച്ചടിക്കുന്ന സാഹചര്യത്തിൽ UDFിലെ സതീശൻ വിരുദ്ധ വിഭാഗം വലിയ പ്രകോപനത്തിലാണ്. ഈ സാഹചര്യത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള നീക്കത്തിലാണ് ഇടതുമുന്നണി നേതൃത്വം ഇപ്പോൾ.